ഒരു പക്ക ജാക്കോച്ചന്റെ ഒരു പെർഫെക്റ്റ് കംബാക്ക് എന്നാണ് പറയുന്നത്. നമുക്കിതിൽ ആളെന്ന് പറഞ്ഞാൽ എന്താ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹിറ്റാണ് രേഖാചിത്രത്തിന് ശേഷം അടുത്തൊരു ഹിറ്റ്. ഒരു സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ ചേരുവകളും ഒരു മിനിറ്റ് പോലും ലാഗോ ഒന്നുമില്ല. നടന്മാരൊരു രക്ഷയില്ല, എസ്പെഷ്യലി വില്ലൻ വൈശാഖനായാലും നമ്മൾ ആനന്ദത്തിലും ചോക്ലേറ്റ് ബോയിലൊക്കെ കണ്ടു. പിന്നെ ഇതാണ് നല്ല തീമാണ്, ആക്ഷൻ കോറിയോഗ്രാഫി എല്ലാം ആയിക്കോട്ടെ. മെയിൻ ഹൈലൈറ്റ് കുഞ്ചാക്കോവനാണ്. ഒരു ഇതുവരെ കാണാത്തൊരു ക്യാരക്ടറാണ്. മേക്കിംഗ് വൈസ് കിട്ടുമോ, ക്യാമറ വർക്ക് എല്ലാം നൈസായിട്ട്. പടം ഗംഭീര പടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതിൽ നമ്മൾ പ്രതീക്ഷേൻ്റെ അപ്പുറം നിൽക്കുന്ന പടമാണ്. ഇപ്പം കുഞ്ചാക്കോവിൻ്റെ അഞ്ചാം പാതിരയ്ക്ക് ശേഷം ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അടിപൊളിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ജാക്കോച്ചൻ്റെ ഒരു വിജയമാണ്. അഞ്ചാം പാദത്തിന് ശേഷം കിടിലും മേക്കിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, നല്ലൊരു പ്ലോട്ടാണ്. പക്ഷേ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ വേറെ, അതായത് നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം. ഭയങ്കര ഗ്രിപ്പിംഗ് സ്റ്റോറിയാണ്. സ്റ്റോപ്പ് നല്ല അടിപൊളിയാണ്. കാരണം അതായത് ഹിറ്റാണ്. നമ്മൾ രേഖാചിത്രത്തിന് ശേഷം അടുത്തൊരു ഹിറ്റ്. ഇതുവരെ മലയാളത്തിൽ കണ്ടത് ഒരു പോലീസ് സ്റ്റോറിയുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയാനുണ്ടോ? അങ്ങനെ ആ ഒരു ബെഞ്ച് മാർക്കുണ്ട്. ഏതൊരു പോലീസിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ, സ്റ്റേഷനിലെ ക്യാരക്ടർ. നമുക്കിവിടെ വഞ്ചൂർ സിയുടെ ഒരു ഇത് വന്നായിരുന്നു പുള്ളിയുടെ ഇത് കണ്ടപ്പോൾ. ആ ഒരു നല്ലൊരു എല്ലാവരും ഭയങ്കര നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ത്രൂ ഔട്ട് എല്ലാം നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റർടൈനിങ് ആണ്. വന്ന് കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കും. ജാക്കോച്ചൻ്റെ ഒരു കംബാക്കാണോ? കംബാക്ക് എന്ന് പറയാൻ ആള് പോയിട്ടില്ലല്ലോ. എന്താണെങ്കിലും നല്ല സൂപ്പറാണ് ആള്. ബോഗമില്ലേക്ക് ശേഷം വരുമ്പോഴത്തേക്കും അതന്നെ എന്താ ആളെന്ന് പറഞ്ഞാൽ എന്താ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് നമുക്ക് എന്താ നമ്മളെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് എന്താ സ്റ്റോറി ലെവലും കാര്യങ്ങളും എല്ലാം പക്കയാണ്. ഒന്നും പേടിക്കണം. ഓഫീസർ ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ പടമാണോ? ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. സംഭവം ബേസിക്കലി ഒരു ചെറിയ സംഭവത്തിന് തുടങ്ങി എല്ലാം കണക്ട് ആവത്തില്ല. അപ്പോൾ കണക്ട് ആവുന്ന സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ എല്ലാവരും പെർഫോമൻസ് എല്ലാവരും ഗംഭീരമാക്കിയിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ പേഴ്സണലി ഇടയ്ക്ക് നല്ല അടിപൊളി എല്ലാം ചെയ്തു വരുന്നത്. അത് വെച്ച് നോക്കുമ്പം ജഗദീഷ് ചേട്ടൻ കിടിലമായിട്ട് അടിപൊളി സിനിമ എന്ന് പറയുമ്പോൾ ഇത് സസ്പെൻസ് ത്രില്ലറല്ല, ഒരു ഇമോഷണൽ ത്രില്ലറാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷനുണ്ട്, ക്രൈമുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ വില്ലൻ ആരാണെന്ന് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് വില്ലന്മാരാരാണെന്ന്. അപ്പോൾ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് ആ സിനിമ കണ്ടു തുടങ്ങുകയാണ്. അപ്പോഴും പക്ഷേ അങ്ങനെ അറിയാമെന്നുള്ളിടത്ത് നമ്മൾ ആ സിനിമയെ അവസാനം വരെ ഒരു ലാഗിങ് ഇല്ലാതെ കൊണ്ടുപോകണമെങ്കിൽ ആ തിരക്കഥ ഭംഗിയായിട്ട് ഒഴുക്കോടെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഒരു സമയത്ത് പോലും നമുക്കൊരു നമ്മളെ മുഷി ഉണ്ടാക്കില്ല, അത്രയ്ക്ക് നല്ലതായിട്ട്. മലയാള സിനിമയിൽ ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വമ്പം പൊളിയാണെന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം സസ്പെൻസ് ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമുക്ക് അടുത്തെന്താവും എന്നുള്ള ഇതിൽ അങ്ങനെയില്ല. പക്ഷേ നമ്മൾ ആ ഒരു ഈ മൂവിയുടെ ഡയറക്ഷൻ സൈഡ് ആയിരുന്നാലും പ്രൊഡക്ഷൻ സൈഡ് ആയിരുന്നാലും അവർ നേരത്തെ ഒരു വമ്പൻ പടങ്ങൾ എടുത്ത പുള്ളിക്കാരന്മാരാണ്, മീൻസ് ആൾക്കാരാണ്. അപ്പം അവര് ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്തിനാണ് പറയാനുള്ളത്? അവർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഒരു ആ തിരക്കഥയുടെ ഇത് കൊണ്ട് കണ്ടിട്ടായിരിക്കും സ്റ്റോറി ലൈനൊക്കെ വളരെ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറയില്ല. ഒരു ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു കഥയാണ്. കാരണം ആ അവസാനം വരെയും നമുക്ക് ഒരു തരിമ്പ് പോലും എനിക്കൊരു ലാഗ് ഫീൽ ചെയ്തില്ല. നല്ലൊരു നമുക്കൊരു സസ്പെൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പടമെങ്കിൽ പോലും ഇടയ്ക്ക് നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ഈ വില്ലന്മാരെയൊക്കെ നമുക്ക് എണീറ്റ് വന്ന് നമുക്ക് തന്നെ കൊത്തിക്കൊല്ലാതെ തോന്നില്ല. അമ്മാതിരി ഒരുപാട് സ്ഥലത്ത് നമുക്ക് തോന്നിപ്പോകും. അത്ര വില്ലന്മാരെ അമ്മാതിരി അവതരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ രക്ഷയില്ല. പുള്ളിക്ക് നല്ലൊരു വില്ലനായിട്ട് മലയാള സിനിമയിൽ ഇനിയൊരു ചാൻസ് ഉണ്ടെന്നാണ്. അത്ര നന്നായിട്ട് വില്ലൻ വേഷം. എമർജൻസിയിൽ പുള്ളി സഞ്ജയ് ഗാന്ധിയായിട്ട് അഭിനയിച്ച് നമുക്ക് വിസ്മയിപ്പിച്ചില്ല. അത്ര നല്ലൊരു വേഷം. ഫുട്ടേജിൽ നല്ലൊരു സിനിമയായിരുന്നു. പക്ഷേ പുള്ളിക്കയിൽ വേറെ ഒന്നുമില്ല, ഒരു ഹോട്ട് സിനിമയായിപ്പോയി ആ ഫുട്ടേജ്. പുള്ളി അതിലാണ് ഒരു മുഴുനീളം വേഷത്തിൽ കണ്ടിട്ടുള്ളത്. ഇതിൽ നല്ല കഥാപാത്രം സംവിധായകൻ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് പുള്ളി ഒരു 200% ഡെഡിക്കേഷനിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. അത്ര നമ്മൾ വെറുക്കൂലേ, നമ്മൾ ചില സിനിമയാണെന്ന് അറിഞ്ഞിട്ട് പോലും നമുക്ക് ആ വില്ലനെ നമുക്ക് കൊല്ലണമെന്നൊക്കെ തോന്നിപ്പോകും. അമ്മാതിരി ഒരു നമുക്ക് തന്നു ആ സിനിമ തന്നു, മൊത്തത്തിൽ തന്നു. കാരണം ഒരു സസ്പെൻസ് ഇല്ലാത്ത ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീടൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നൊരു സിനിമയെ അവസാനം വരെ നമുക്കൊരു പിടിച്ചിരുത്തി കൊണ്ടുപോകണമെങ്കിൽ അത് ആ സിനിമയുടെ തിരക്കഥയുടെ മികവും അത് ഭംഗിയായിട്ട് ഡയറക്റ്റ് ചെയ്തു. പുതിയൊരു ഡയറക്ടറാണെന്ന് തോന്നുന്നു. ആ സിനിമ
സിനിമയുടെ തിരക്കഥ കണ്ടിട്ടായിരിക്കാം മാർട്ടിൻ പ്രക്കാട് സിനിമ നിർമ്മിച്ചത്. സർക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വമ്പൻ അതെ പുള്ളി നല്ലൊരു സംവിധായകനുമാണ്. ഇപ്പം നല്ലൊരു സംവിധായകനായതുകൊണ്ടായിരിക്കാം പുള്ളി ഈ തിരക്കഥ കിട്ടിയപ്പോൾ ഇത് നന്നായിട്ട് ഏക്കും എന്ന് പുള്ളിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു മൂവി, എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് കാണാം. സീറ്റിൽ നിന്ന് നമുക്ക് ഇടയ്ക്ക് പൊങ്ങിച്ചാടാനൊക്കെ തോന്നും. അത്ര നല്ലൊരു മൂവി. ഒരു കംപ്ലീറ്റ് ചാക്കോച്ചൻ ഷോ ആണ് പടം. വില്ലന്മാരെല്ലാം നൈസായിരുന്നു. വിശാഖ് പുള്ളി കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. പുള്ളി ചാക്കോച്ചൻ എല്ലാവരും പടത്തെ അഭിനയിച്ച എല്ലാവരും പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. പിന്നെ ഒരു സംഭവത്തിലോട്ട് കൊണ്ടുവന്ന് അത് കണക്ട് ചെയ്ത് പോകുന്ന പരിപാടിയൊക്കെ നൈസായിരുന്നു. എന്നാത്താൻ കേസുകൂടിന് ശേഷം ചാക്കോച്ചന്റെ ഒരു പക്ക ചാക്കോച്ചന്റെ ഒരു പെർഫെക്റ്റ് കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിൽ ചാക്കോച്ചനെ കാണാൻ പറ്റത്തില്ല. ഫുള്ള് ഒരു പോലീസ് പോലീസ് ഓഫീസറാണ് പുള്ളിയുടെ ഒരു കംപ്ലീറ്റ് വേറെ ടൈപ്പ് ഒരു പ്രിയാമണിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പ്രിയാമണി എല്ലാവരും കൊള്ളാം, നല്ല പെർഫോമൻസ്. എടുത്തു പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? പടത്തിലെ പെർഫോമൻസ് ആണ് മെയിൻ. പിന്നെ ഈ സെക്കൻഡ് ഹാഫിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഗ്രാഫ് മേലോട്ട് കയറുന്നത്, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ച് ഡൗൺ ആവുന്നില്ല. ഇല്ല അങ്ങനെയൊന്നുമില്ല. സെക്കൻഡ് ഹാഫാണ് ശരിക്കും എനിക്ക് ബസ്സിൽ ഇഷ്ടപ്പെട്ടത്. ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്.